ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തിലെ ഏതാണ് മൂന്നാമത്തെ ആഴ്ചയിലെയും നാലാമത്തെ ആഴ്ചയിലെയും, അതായത് ഏപ്രിൽ 13 തൊട്ടിട്ട് ഏപ്രിൽ 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണനോ ജികെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് പ്രൊജക്ട് ഹനുമാൻ ടു അഡ്രസ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്? അപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്താണ് പ്രൊജക്ടിന്റെ പേര്? ഹനുമാൻ എന്നുള്ള ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണെന്ന് അറിയാമോ? ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ലോഞ്ച്ഡ് പ്രൊജക്ട് ഹനുമാൻ ഓൺ വൈൽഡ് ലൈഫ് ഡേ ടു അഡ്രസ് റൈസിംഗ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അതായത് ഈ ഹനുമാന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? എന്താണ്? ഹീലിംഗ് ആൻഡ് നർച്ചറിംഗ് യൂണിറ്റ്സ് ഫോർ മോണിറ്ററിംഗ് എയ്ഡ് ആൻഡ് നഴ്സിംഗ് ഓഫ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ് ഹനുമാന്റെ ഫുൾ ഫോം. എച്ച് ഫോർ ഹീലിംഗ്, A for and, N for nurturing, U for units and M for monitoring, A for aid and N for nursing of wildlife എന്നുള്ളതാണ് എന്ത് ഹനുമാൻ എന്നുള്ള പ്രൊജക്ടിന്റെ ഫുൾ ഫോം. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഹനുമാൻ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. എങ്ങനെയാണ്? ഈ കാട്ടുതീ പോലെ. ഈ കാട്ടുതീയിലേക്ക് ശരിക്കും മനുഷ്യരുടെ കൈകടത്തൽ എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. അതായത് കാട്ടുതീ ഉണ്ടാക്കുന്നത് ഓക്കെ, അല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു കൈകടത്തൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത് സംഭവങ്ങൾ കാരണം കുറയ്ക്കുക, റെഡ്യൂസ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ബോത്ത് കമ്മ്യൂണിറ്റീസ് ആൻഡ് ആനിമൽസ്. അതായത് നമ്മൾ മനുഷ്യരെയും പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ തന്നെ അനിമൽസിനെയും പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഒരുപാട് ജീവികൾ കാട് വിട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ്? കാട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്? കാട് വിട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നത് അല്ലെ. ഇപ്പോൾ അറിയാം, ചൂടും വളരെയധികം കൂടി വരികയാണ്. വേനൽ മഴ നമുക്ക് പേപ്പർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, വേനൽ മഴ കുറഞ്ഞു വരികയാണ്. അപ്പൊ ആകെ ഒരു അവസ്ഥയിൽ അവർക്ക് കാട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലോട്ട് വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ ജീവനാണ്, എത്രയൊക്കെ ആയാലും നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് വലുത്. അപ്പൊ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊല്ലുന്നു. അങ്ങനെ എന്താകുന്നു? ശരിക്കും നമുക്കറിയാം, ഒരു ഫുഡ് ചെയിൻ ഒക്കെ നമ്മൾ കുഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഒന്നില്ലാതെ നമുക്ക് വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാം. എല്ലാവർക്കും നമുക്ക് പറയാം വി ആർ ഓൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുകയാണെങ്കിൽ കൂടി നമുക്ക് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാതിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ. അതിനെയാണ് ഈ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഹനുമാൻ പ്രൊജക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം, പ്രാരംഭ 2026 ഇനിഷ്യേറ്റീവ്. ഒരുപാട് പ്രൊജക്റ്റുകൾ, ഒരുപാട് സെമിനാറുകളൊക്കെ വന്നിട്ടുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അപ്പൊ പ്രാരംഭ് 2026 ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് അത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. ഏതാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആണ് ഏത് ലോഞ്ച് ചെയ്തത്? ഏത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ലോഞ്ച്ഡ് ദ പ്രാരംഭ് ഇനിഷ്യേറ്റീവ്, എ നാഷണൽ വൈഡ് മൾട്ടിമീഡിയ awareness campaign to educate taxpayers on new income tax act. Okay, പിന്നെന്താണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് ലോഞ്ച് ചെയ്തത്? നിർമ്മല സീതാരാമൻ launched the campaign on March 2026 aimed at improving taxpayer services and simplifying tax regime. Okay, ഇനി അടുത്ത ചോദ്യം, ഹു വോൺ? പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് ആരാണെന്ന് അറിഞ്ഞാൽ മതി. ഹു വോൺ ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ 2025? നമുക്കറിയാം 2025 അവാർഡ് നമ്മൾ 2026 കൊടുക്കുന്നത്. അപ്പൊ ഹു വോൺ ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ 2025 ഇൻ മലയാളം? ആരാണ് വോൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് വോൺ ചെയ്തിട്ടുള്ളത്? എൻ പ്രഭാകരൻ. എന്താണ്? ഏതിനാണ്? മായാ മനുഷ്യർ എന്നുള്ള ഒരു നോവലിനാണ് എൻ പ്രഭാകരൻ അദ്ദേഹം
in the സാഹിത്യ അക്കാദമി അവാർഡ് 2025 സാഹിത്യ അക്കാദമി അവാർഡ് വിജയിച്ചത്. The award was announced by സാഹിത്യ അക്കാദമി in March 2026 honoring his significant contribution to the contemporary Malayalam literature. അപ്പോൾ മായാമനുഷ്യർ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു വിന്നർ N പ്രഭാകരൻ ആണ്. പിന്നെന്താണ് മായാമനുഷ്യർ നോവലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 അവാർഡാണ് കിട്ടുന്നത്. എന്താണ് ആ ഒരു ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്? 1,00,000 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം, ഹൂ വോൺ ദ, നമ്മൾ പറഞ്ഞു സാഹിത്യ അക്കാദമി അവാർഡ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 മലയാളത്തിൽ കിട്ടിയിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ നേടിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓഥർ ആൻഡ് ഫോമർ ഡിപ്ലോമാറ്റ് നവതേജ് ശർമ്മ won the 2025 സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ ഇംഗ്ലീഷ് ഫോർ ഹിസ് നോവൽ ക്രിംസൺ സ്പ്രിംഗ് എന്നുള്ള നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ക്രിംസൺ സ്പ്രിംഗ്. ഓക്കെ, ഇതിലും the book which exposed the Jallianwala Bagh massacre was selected for the prestigious honor which included a cash prize of 1 lakh, a shawl and a copper plate. Okay, then അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം ഒരു MCQ ചോദ്യമാണ്. A long range hypersonic anti-ship missile recently tested by India was developed by which organization? അപ്പോൾ ഇന്ത്യയിലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ ആണ്. ISRO ആണോ? അല്ല. HAL ആണോ? അല്ല. BEL ആണോ? അല്ല. The right answer is ഏതാണ്? DRDO is the right answer. എന്താ മക്കളെ DRDOയുടെ ഫുൾ ഫോം എന്താണ്? എന്താണ് DRDOയുടെ ഫുൾ ഫോം എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് DRDOന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ DRDO ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമല്ല, അതിന് മുന്നേ ഡിഫൻസ്, ഇനി അതിന്റെ ഫുൾ ഫോം അറിയാത്തവർക്ക് ഡിഫൻസ് R&D ഓർഗനൈസേഷൻ, R&D എന്ന് പറയുമ്പോൾ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, who has been appointed as the new deputy governor of the RBI, that is റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് നിയമിതനായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് രോഹിത് ജെയിൻ. രോഹിത് ജെയിൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ എന്തായിട്ട് ഡെപ്യൂട്ടി ഗവർണർ ജനറൽ ആയിട്ട്. ആരാണ്? കണ്ടല്ലോ, ഇതാണ് രോഹിത് ജെയിൻ. ഓക്കെ, ഡെപ്യൂട്ടി ഗവർണർ, RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആണ് രോഹിത് ജെയിൻ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, which state launched India's first digital grievance system for gig workers? അതായത് ഏത് സ്റ്റേറ്റ് ആണ് ഡിജിറ്റൽ ഗ്രീവൻസ് സിസ്റ്റം? അതായത് നമുക്കറിയാം ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണ്. അപ്പൊ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗിഗ് വർക്കേഴ്സിനുള്ള ഒരു ഗ്രീവൻസ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഏതിനാണ്? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തെലങ്കാന. ദ റൈറ്റ് ആൻസർ ഈസ് കർണാടക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഗിഗ് വർക്കേഴ്സ് കംപ്ലയൻസ്. അതായത് എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. അതായത് ഡിജിറ്റൽ ഗ്രീവൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഏതാണ്? CPGRMS, NCH എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇത് എന്തിനാണ്? ടു ട്രാക്ക് ആൻഡ് റിസോൾവ് കംപ്ലൈൻസ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് അതോറിറ്റീസ് ഓഫ് സർവീസസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് അതോറിറ്റീസിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഡിജിറ്റൽ ഗ്രീവൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് 24 മണിക്കൂറും ആക്സസ് ആണ്. യൂണിക് ട്രാക്കിംഗ് ID ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് എസ്കലേഷൻ ടു എൻഷുർ ദ ട്രാൻസ്പെറന്റ്, ടൈംലി ആൻഡ് അക്കൗണ്ടബിൾ റീഡ്രസൽ. ഓക്കെ, ഇനി എന്താണ് CPGRMS എന്നുള്ളതാണ്. അതായത് എന്താണ്? സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് redress and monitoring system, act as a 24/7 online portal connected to all Indian government ministries and states. So that is CPGRAMS, CPGRAMS അല്ലെ. PMO ഗ്രീവൻസ് പോർട്ടൽസും അതൊരു എക്സാമ്പിൾ ആണ്. Enable citizen to submit issues directly to the Prime Minister office. കാണും, നമുക്ക് ഡയറക്ട്ലി PMO അതായത് പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഉള്ളതാണ് ഇത് PMO ഗ്രീവിയൻസ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇനി നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആണ് NCH എന്ന് പറയുന്നത്. ടു ഫയൽ കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസിന് എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ. അതുപോലെ നമ്മുടെ കേരളത്തിൽ വരുന്നതാണ് K-Smart എന്ന് പറയുന്നത്. എന്താണ്? an ഓൺലൈൻ സിസ്റ്റം ഫോർ സബ്മിറ്റിംഗ് മാസ് പെറ്റീഷൻ ആൻഡ് ട്രാക്കിംഗ് ദിയർ സ്റ്റാറ്റസ് വിത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്. ഓക്കെ, ഇനി അതുപോലെ IPGRS കർണാടകയിലുള്ളതാണ്. എന്ത്? IPGRS. നമ്മുടെ ഉള്ളത് K-Smart ആണ്. Then
എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് റേഞ്ച് ഓഫ് ദ ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ ടെസ്റ്റഡ് ബൈ ഇന്ത്യ? എത്രയാണ് റേഞ്ച്? 1500 കിലോമീറ്റർ ആണ് കേട്ടോ. ഇതാണ് എന്ത് ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ എന്ന് പറയുന്നത്. അതിന്റെ അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ ഡിപ്ലോയ്ഡ് ആരോഗ്യ മൈത്രി പോർട്ടബിൾ ഹോസ്പിറ്റൽസ് ഇൻ വിച്ച് കൺട്രി? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ജമൈക്ക, ഓപ്ഷൻ ഡി കെന്യ. ദ റൈറ്റ് ആൻസർ ഈസ് ജമൈക്ക. ജമൈക്കയാണ്. സോ ദിസ് ഇസ് ദ ആരോഗ്യ മൈത്രി പോർട്ടബിൾ ഹോസ്പിറ്റൽസ്. അപ്പൊ എവിടെയാണുള്ളത്? ജമൈക്കയിലാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് DRDO എന്ന് പറഞ്ഞ മിസൈൽ ഡെവലപ്മെന്റ് ആണ്. അത് ശരിയാണ്, നമ്മളത് പറഞ്ഞു. DRDO മിസൈൽ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത് പോർട്ടബിൾ ഹോസ്പിറ്റൽസ് ആണ് നേപ്പാൾ, നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. RBI എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി ആണെന്ന് അറിയാം നമുക്ക്. അപ്പൊ പിന്നെ ബാക്കി വരുന്ന ഒരൊറ്റ ആളുള്ളൂ, നീതി ആയോഗ് എന്ന് പറയുന്ന. ഒരിക്കലും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനല്ല. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ എന്തുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അതിന് നീതി ആയോഗിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? നീതി ആയോഗ് കണ്ടക്ടിങ് ഇലക്ഷൻസ് ആർ കണ്ടക്ടഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ന്യൂസ് ആയിക്കോട്ടെ, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഇയർലി കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.